ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. നമുക്ക് 29,000 കിലോമീറ്ററാണ് മീറ്ററിൽ കാണണം. പക്ഷേ മീറ്റർ വർക്കിംഗ് അല്ല, മീറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് അത് എത്ര കിലോമീറ്റർ ഓടിക്കണമെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റണില്ല. കാരണം ഞാൻ കിലോമീറ്റർ ശരിക്കും പറഞ്ഞാൽ സ്പീഡോമീറ്റർ കറക്റ്റ് ആക്കി ഇടേണ്ടതാണ്. കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിലോമീറ്റർ ബേസിലാണ് തന്നെ കേട്ടോ. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണേ, പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ എയർ ഫിൽട്ടർ, ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോഴും എയർ ഫിൽട്ടർ പുതിയ ഫിൽറ്ററാണ് കിടക്കണേ, കമ്പനി ഫിൽറ്റർ തന്നെയാണ്. അത് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ, വേരിയേറ്റർ ബോഡി, ബെൻഡെക്സ്, ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ അഴിക്കണേ. അത് ഓരോ സർവീസിലും ജനറൽ സർവീസായിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സർവീസിലും അഴിച്ച് ചെക്ക് ചെയ്യും. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കണേ. നിലവിൽ പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. അത് നോക്കുമ്പോഴും തേമാനോ കാര്യങ്ങളൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ പെർഫോമൻസും നിലവിൽ ഓക്കെയാണ്, പ്രോബ്ലമൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതും വർക്കിംഗ് കറക്റ്റായിട്ട് തന്നെയാണ്. കാരണം എനിക്ക് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ മേജറായിട്ടുള്ള വേറെ കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ക്ലച്ചൊക്കെ വളരെ ഫ്രഷ് ആയിട്ടുണ്ട്. അങ്ങനെ ആ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വേറെ അങ്ങനെ കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളായിട്ടൊന്നും നിലവിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഈ എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു ഓയിൽ ലീക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് കംപ്ലയിൻറ്റ് വന്നതാണ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ വർക്കിംഗ് ചെക്ക് ചെയ്തായിരുന്നു, നിലവിൽ വേറെ കുഴപ്പമില്ല. ആക്സിലേറ്റർ കേബിളായാലും നല്ല കേബിളാണ് കിടക്കുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷനും വരുന്നത് നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് ലിങ്ക് ടൈപ്പ് വരാം. അതിൻ്റെ ബുഷ് നിലവിൽ പോയി കിടക്കാറുണ്ടോ, നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സെറ്റപ്പായിട്ട് നമുക്കൊന്ന് മാറ്റിയിടേണ്ടതാണ്. അതേപോലെ തന്നെ കുഷ്യൻ അസംബ്ലിയുടെ ബുഷും നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് കൂട്ടത്തിക്കട നമുക്ക് ചേഞ്ച് ചെയ്തിടേണ്ടതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, ഞാൻ പറഞ്ഞിരുന്നു. വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് വരെ. അപ്പോൾ അത് വർക്കിംഗ് അല്ലാതെ വരുമ്പോഴുള്ള പ്രോബ്ലം ഒന്നുമല്ല, നമ്മളത് നേരത്തെ സർവീസ് ചെയ്തിട്ടായിട്ട് വരും, അല്ലെങ്കിൽ ആ സമയത്തിന് ഓയിൽ ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ എങ്ങനെ വന്നാലും നമുക്കതൊരു കംപ്ലയിൻ്റ്, ഒരു പ്രോബ്ലം ആയിട്ടാണ് ഇപ്പോഴും നടക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സ്പീഡോമീറ്റർ അസംബ്ലിയെപ്പാടി മാറ്റിയാലാണേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒന്ന് ചെയ്തിടണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. പറയത്തക്ക കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. ഫ്രണ്ട് ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കേട്ടോ. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2023 മോഡൽ ബാറ്ററിയാണ് നമുക്കിത് മിരിക്കണ ബാറ്ററി. ആമറോണിൻ്റെ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വോൾട്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. നമുക്കത് ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ടാണ്, വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത്, ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് 2 പ്രാവശ്യം വണ്ടി ഓഫായ പോലൊരു കംപ്ലൈൻറ്റ് കാണിച്ചു. അതിൻ്റെ കാരണം വെച്ചാൽ ഈ താക്കോൽ സെറ്റിൻ്റെ ആണ് കേട്ടോ. താക്കോൽ സെറ്റ് ചില സമയങ്ങളിൽ ഓണാക്കി കഴിഞ്ഞാൽ കോൺടാക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പതുക്കൊന്ന് അനക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ലൂസ് കോൺടാക്റ്റ് കാണിച്ചു തുടങ്ങിയതാണ്. അത് ശരിക്കും നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്യൽ നടക്കില്ല, അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ റണ്ണിങ്ങിലൊക്കെ ഓഫായി പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത്. അപ്പോൾ ലൂസ് കോൺടാക്റ്റ് നിലവിലുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്തിട്ടാൽ നല്ലതാണ്. കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ നമ്മളത് ഇൻഫോം ചെയ്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. വേറെ അങ്ങനെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ തന്നെ മാറ്റിയേക്കണതാണത്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞു പോയി. ഇത് ഫോം ടൈപ്പാണ്, സ്പോഞ്ചാണ്. അപ്പോൾ അത് ഒരു പരിധി കഴിയുമ്പോൾ നമ്മളത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ശരിക്കും പൊടി പോലെ ആയി തുടങ്ങി. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം കേട്ടോ. പിന്നെ ഉള്ളത് എഞ്ചിൻ ഓയിൽ മാറ്റാമെന്നുള്ളതാണ്. ഓയിൽ ഒരു ലെവൽ ഒരല്പം കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി പഴക്കം വരുന്നതിൻ്റെ അനുസരിച്ചിട്ട് നമ്മളുടെ എഞ്ചിൻ ഓയിലിൻ്റെ കേസൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ വണ്ടിക്ക് പഴക്കം വരുന്നുണ്ട്. അപ്പോൾ ഓയിൽ ലെവൽ ചിലപ്പോൾ ഓയിലിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. മൈന്യൂട്ടായിട്ട് കത്തിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉള്ള പോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. മെയിനായിട്ട് അതൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് മൺഗാർഡ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറിഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ വണ്ടി ചെറിയൊരു ചെരിവ് പോലെ ഉണ്ടാവും. അത് നമ്മളൊന്ന് അലൈൻ ചെയ്തിട്ടുണ്ട്. വേറെ ഷേക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ എത്രയൊക്കെയാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട വന്ന വർക്ക്, ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ആ എസ്റ്റിമേറ്റും കൂടി വാട്സാപ്പിനധികം സെൻഡ് ചെയ്ത് തരാം. വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.